ഈ സീസൺ റാഞ്ചി സിനിമ പടം സൂപ്പർ ആയിരുന്നു. ഡിസംബർ ബബ്ബ തൂക്കി നല്ലൊരു പടമാണത്. ഹാഫ് കുറച്ച് ഇതായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ ഒരു ക്ഷീണം അങ്ങ് മാറി. സൂപ്പർ പടമാണ്. മോഹൻലാലൊക്കെ വന്നപ്പോൾ സൂപ്പർ ആയിരുന്നു. എല്ലാവരും ഭയങ്കര കൈയിടിക്കായിരുന്നു. മോഹൻലാൽ വന്നപ്പോഴാണ് പടമായത്. അതെ, പാട്ട് നോർമലി കേട്ടപ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി, പക്ഷേ വിഷ്വലൂടെ വന്നപ്പോഴത്തേക്ക് സൂപ്പർ ആയിരുന്നു. ആ സീൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് പാട്ടും വിഷ്വലൂടെ വന്നപ്പോൾ സൂപ്പർ ആയിരുന്നു. ഒറ്റ കാര്യം പറയുള്ളൂ, ഡിസംബർ ബബ്ബ തൂക്കി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൂവിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദിലീപേട്ടൻ്റെ കമ്പാക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇപ്പം ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് 8 മണിക്ക് തുടങ്ങിയ ഷോ തന്നെ ഫുള്ള് അത് ഹൗസ്ഫുള്ളായിരുന്നു ആദ്യത്തെ ഒരു ഷോ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും കൂടെ ഉള്ളൊരു കോംബോ, വർഷങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ ഒന്നിച്ച് അഭിനയിച്ച ആ ഒരു കോംബോ നല്ല രീതിയിൽ ഈ ഒരു സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിലെ BGM ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. പിന്നെ ആദ്യം തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട്, ലോജിക്ക് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അത് മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100% നമുക്ക് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ഒരു പക്ക ഫാൻ മെയ്ഡ് പടം. തീർച്ചയായും റെഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം എല്ലാം ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമുക്ക് ക്രിഞ്ച് പോലത്തെ ഒരു പരിപാടികളും അതിൽ നമുക്ക് തോന്നത്തില്ല ഒന്നാമത്തെ കാര്യം, കാരണം ആ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് അത് മേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടാ. ലോജിക് എന്ന് നോക്കാതെ ധൈര്യമായിട്ട് വന്നിരുന്നു കണ്ടോ. ലോജിക്ക് നോക്കിയൊന്നും കാര്യം നടക്കൂല. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. പിന്നെ ഫാമിലീസിന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അക്സെപ്റ്റ് ചെയ്യാൻ. ഇന്നത്തെ തലമുറയുടെ കണ്ടന്റൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവും. പക്ഷേ നല്ലതാണ്. അല്ലാതെ വെച്ചാൽ യൂത്ത് ആൾക്കാർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ദിലീപിന്റെ ഒരു കമ്പാക്ക് തന്നെ. പടം അടിപൊളി, ഒന്നും പറയില്ല. ദിലീപേട്ടൻ ലാലേട്ടൻ തൂക്കി. ക്രിസ്മസ് തൂക്കും. ഉറപ്പ്.